ഹായ് ഡാലിയ കളക്ഷൻസിന്റെ എല്ലാ കസ്റ്റമേഴ്സിനും വ്യൂവേഴ്സിനും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജു. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിൽ സപ്ലൈക്കോടെ തൊട്ടടുത്തുള്ള ബിൽഡിംഗിലാണ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന സെമി സിൽക്കിൽ നമുക്ക് ഡെയിലി വെയർ ആയിട്ടും അത്യാവശ്യം ചെറിയൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരീസിന്റെ കളക്ഷൻസ് ആണ്. വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് സാരി വരുന്നതാണ്. കളർ ഷെയ്ഡ് വരുന്ന നല്ലൊരു റെഡിഷ് പിങ്ക്, ഒരു ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആയിട്ട് കണ്ണിൽ കുത്തുന്ന ആ ഒരു കളറല്ല, റെഡും പിങ്കും കൂടെ കൂടുന്ന നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ. സാരിയുടെ മെറ്റീരിയൽ പറയുവാണെങ്കിൽ സെമി സിൽക്കാണ്, നമുക്ക് വാഷബിൾ ആണ്, വളരെ ഒത്തിരി കെയർ ഒന്നും കൊടുക്കാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ. അതുപോലെ തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, നമുക്ക് ഉടുത്താലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉടുക്കാനും പറ്റും. നല്ല ഭംഗിയായിട്ട് നന്നായിട്ട് ഷേപ്പിൽ ഇരിക്കുകയും ചെയ്യും. നല്ല ഭംഗിയായിട്ടും പെട്ടെന്ന് ഉടുക്കാനും പറ്റും. അത്ര ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് എല്ലാവർക്കും മാനേജ് ചെയ്യാൻ എളുപ്പമായിരിക്കും കേട്ടോ. ഇതാണ് സാരിയുടെ ഒരു പാറ്റേൺ വരുന്നത്. ഇങ്ങനെ ബാന്തിനി പ്രിന്റും ഇതുപോലെ ലൈൻസ് സ്ട്രൈപ്സിന്റെ ഒരു പാറ്റേണുമാണ് വരുന്നത്. സാരിയുടെ ബോർഡറിലേക്ക് ഒരു ചെറിയുടെ വീവിങ്ങോട്, അപ്പോൾ ഞാൻ പറഞ്ഞ ചെറിയൊരു പാർട്ടി വെയറായിട്ട് വേണമെങ്കിലും നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതുപോലൊരു ബോർഡർ വരുന്നുണ്ട്. ഓപ്പോസിറ്റ് ബോർഡർ ചെറിയ വീതി കുറഞ്ഞിട്ട് ചെറിയൊരു ബോർഡറാണ് വരുന്നത്. ഇതാണ് സാരിയുടെ ആ ഒരു കോമ്പിനേഷൻ വരുന്നത്. ഇതുപോലെയാണ് കേട്ടോ. ഇങ്ങനെ വരുന്നു. മുന്താണിയിലേക്ക് വരുമ്പോൾ ഇതുപോലെ ബാന്തിനി പ്രിന്റുകൾ തന്നെയാണ് ഹെവി ആയിട്ട് മുന്താണിയിലേക്കും വരുന്നത്. ഇങ്ങനെ മൾട്ടി കളർ കോമ്പിനേഷൻ വരുന്നുണ്ട്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസ് ഇതാ ഇങ്ങനെ വരുന്നു. വിത്ത് ബോർഡറോട് കൂടിയിട്ട് ഈ ഒരു പ്രിന്റുകളാണ് ഓഫ് വൈറ്റ് കളറിൽ ഇതുപോലെ ബാന്തിനി പ്രിന്റുകളാണ് ബ്ലൗസിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് ഇതിനകത്ത് ഈ ഒരു കളർ ഷെയ്ഡ് ഏതെങ്കിലും ഓഫ് വൈറ്റോ അല്ലെങ്കിൽ ഈ ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡോ ഗ്രീനോ ഒക്കെ കോൺട്രാസ്റ്റ് ആയിട്ട് പെയർ ചെയ്താലും നല്ലതായിരിക്കും കേട്ടോ. എനിക്ക് തോന്നുന്നു നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. കാരണം അങ്ങനെ പെയർ ചെയ്താലും കോൺട്രാസ്റ്റിന്റെ ആ ഒരു ഭംഗി ഉണ്ടാവും. ഗ്രീൻ ഒക്കെ നന്നായിട്ട് പോകും. ഈ റാണി പിങ്കിന്റെ ഈ ഒരു റെഡിഷ് പിങ്കിന്റെ കൂടെ ഗ്രീൻ നന്നായിട്ട് പെയർ ആയി പോകുന്നതാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ സാരി വരുന്നത്. സാരിയുടെ പ്രൈസ് വരുന്നത് 620 ആണ് കേട്ടോ. 620 ആണ് പ്രൈസ് വരുന്നത്. നമുക്ക് ഇതിന്റെ ഷെയ്ഡുകൾ വേഗം നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്ന നല്ലൊരു ഗ്രീൻ ഷെയ്ഡ്, നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ്. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഇതാ ഇങ്ങനെയാട്ടോ വരുന്നേ. ആ ഒരു കോമ്പിനേഷൻ എല്ലാം ഇതുപോലെ വരുന്നു. നിങ്ങൾ ലൈറ്റ് വെയിറ്റ് ആണെന്ന് പറയുമ്പോൾ കുറച്ച് പേർക്കെങ്കിലും തോന്നും നമ്മൾ ട്രാൻസ്പെറന്റ് ആണെന്ന്. ട്രാൻസ്പെറന്റ് നമുക്ക് കൈ ഉണ്ടോ? ഞാൻ 1 ലെയർ ആണ് പിടിച്ചേക്കുന്നത്. ട്രാൻസ്പെറന്റ് നമുക്ക് പറയാൻ പറ്റത്തൊന്നുമില്ല കേട്ടോ. അങ്ങനെ ട്രാൻസ്പെറന്റ് ആവില്ല സാരി. ഇപ്പൊ ഇതിനകത്താണെങ്കിലും ഇതുപോലെ ഗോൾഡൻ എല്ലാം ഒരു റെഡിന്റെയും കോമ്പിനേഷൻ ആണ് ഇതിനകത്തേക്ക് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ബോർഡർ, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല കംഫർട്ടബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. മുന്താണി ഇതുപോലെ വരുന്നു. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. അടുത്ത ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലേക്ക് ഇതാ ഇങ്ങനെ വരും. വൺ സൈഡ് ബോർഡർ കുറച്ച് ഹെവി ആയിട്ടും ഓപ്പോസിറ്റ് ബോർഡർ വളരെ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള ബോർഡറുമാണ് വരുന്നത്. ഇതുപോലെ ഇതിന്റെ കോമ്പിനേഷൻ ഇങ്ങനെ വരുന്നു. മുന്താണി വരുന്നത് ഇതുപോലെ. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. കളർ ചേഞ്ചസ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അപ്പം വേഗം വേഗം കളേഴ്സ് കണ്ടുപോകാം. അടുത്തത് നോക്കാം. അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ്. നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട്. ഡാർക്ക് ഷെയ്ഡിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഭംഗിയാണ് എനിക്ക് തോന്നുന്നു കാണാനായിട്ട്. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. അത് പ്ലെയിൻ ബ്ലൗസ്, പ്ലെയിൻ നേവി ബ്ലൗസ് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, നല്ലതായിരിക്കും. ഇങ്ങനെ വരുന്ന മുന്താണി. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. പ്രിന്റുകളോട് കൂടിയിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബീട്രൂട്ട് കളർ ഷെയ്ഡാണ് കേട്ടോ. ഇതെല്ലാം ആ ഒരു ലൈൻസിന്റെ ആ ഒരു കളർ ഷെയ്ഡ് മാറി വരുന്നുണ്ട്. ഇതിനകത്ത് ഇപ്പം ഗോൾഡൻ യെല്ലോ ഗ്രീൻ ആണ് കോമ്പിനേഷൻ വരുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇങ്ങനെ വരുന്നു. മുന്താണി വരുന്നത് ഇതുപോലെ. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബോഡി പ്രിന്റുകളോട് കൂടിയിട്ട് വിത്ത് ബോർഡറോട് കൂടിയിട്ട് ബ്ലൗസ് പീസ് വരും. 620 ആണ് പ്രൈസ് വരുന്നത്. അടുത്ത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡിലേക്കാണ്. ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഇതിനകത്തൊരു റെഡിന്റെയും ഒരു ഗോൾഡൻ യെല്ലോ കളറിന്റെയും കോമ്പിനേഷൻ ആണ് വരുന്നത്. ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ബാന്തിനി പ്രിന്റുകൾ പോകുന്നത് ഇതുപോലെ. മുന്താണി വരുന്നത് ഇങ്ങനെ. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. അടുത്ത ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് നല്ലൊരു വടമുല ഷെയ്ഡിലേക്കാണ്. നമ്മൾ ഇത്ര നേരം കണ്ടാലും ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേൺ. ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെ ഓഫ് വൈറ്റ് കളറിന്റെയും ഒരു ചിക്കു കളറിന്റെയും കോമ്പിനേഷനിൽ ബാന്തിനി പ്രിന്റുകളാണ് വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ സാരിയുടെ പാറ്റേൺ പോകുന്നത്. അതുപോലെ ബോർഡർ ആണെങ്കിൽ നല്ല എന്താ പറയുക, നമ്മുടെ ആ ഒരു സോഫ്റ്റ് സിൽക്കിലൊക്കെ വരുന്ന പോലെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബോർഡർ വരുന്നുണ്ട്. കോപ്പറിന്റെ ജെറി വീവിങ്ങിൽ പോകുന്ന ബോർഡർ ആണ് വരുന്നത്. ഇതാ ഇങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആ സെയിം പാറ്റേണിൽ തന്നെ ചെറിയ ബോർഡറും. നമ്മുടെ ആ ഒരു പണ്ടൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു പ്രിന്റഡ് സിൽക്ക് എന്നൊക്കെ പറയുന്ന ആ ഒരു ഫാബ്രിക്കിൽ അതുപോലെ നമുക്ക് ഫീൽ ചെയ്യും. ആ ഒരു ബനാറസി ബോർഡറൊക്കെ പോലെ ഫീൽ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണെന്ന് മാത്രം. ഇതാ ഇങ്ങനെയാണ് സാരിയുടെ ബോഡി വരുന്നത്. മുന്താണി വരുന്നത് ഇതുപോലെ. ബാന്തി പ്രിന്റുകളാണ് ഹെവി ആയിട്ട് തന്നെ വരുന്നത്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. ബ്ലൗസ് പീസിലേക്ക് വരുമ്പോൾ ആ ഒരു പ്രിന്റുകൾ ഇതിലേക്കും വരുന്നുണ്ട്. വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ഇങ്ങനെ വരുന്നു വിത്ത് ബോർഡറോട് കൂടിയിട്ട്. സാരിയുടെ പ്രൈസ് വരുന്നത് 645 ആണ് കേട്ടോ. 645 ആണ് സാരിയുടെ പ്രൈസ് വരുന്നത്. അടുത്തത് നോക്കാം. അടുത്ത ഷെയ്ഡ് വരുന്നത് റാണി പിങ്ക് ആണ് കളർ ഷെയ്ഡ് വരുന്നത്. ഇതാ ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട ആ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് വിത്ത് ബോർഡർ, പ്രിന്റ്, ബോഡിയിലെല്ലാം വരുന്നത്. കളർ ചേഞ്ചസ് മാത്രമേ വരുന്നുള്ളൂ. മുന്താണി വരുന്നത് ഇങ്ങനെ. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്.
വിത്ത് ഇതുപോലെയാണ് ബ്ലൗസ് പീസ് വരുന്നത് ബോർഡറോട് കൂടിയിട്ട്. അടുത്തത് നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലേക്കാണ്. പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ഇതാ ഇങ്ങനെ വരുന്നത്. നമുക്ക് പെട്ടെന്നൊക്കെ ഒന്ന് ഉടുത്തിട്ട് പോവുകയും ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന സാരി തന്നെയാണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത് മുന്താണി, ബ്ലൗസ് പീസ് ഇതുപോലെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റെഡ് ആണ് കേട്ടോ കളർ വരുന്നത്. ചില്ലി റെഡിന്റെ ആ ഒരു കളർ ഷെയ്ഡിലേക്ക് വരുന്നു. പ്രിന്റുകളെല്ലാം സെയിം തന്നെ. ഇങ്ങനെയാണ് വരുന്നത്. മുന്താണി വരുന്നത് ഇതുപോലെ. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. പ്രിന്റുകളോട് കൂടിയിട്ട് തന്നെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. അടുത്തത് നോക്കാം. അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലേക്കാണ്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഗ്രീൻ ഒക്കെ ഇതിനകത്ത്. കാരണം ആ പ്രിന്റുകളുടെ ഭംഗി എന്ന് പറയുന്നത് നല്ല രസമാണ് കാണാൻ. വിത്ത് ബോർഡറോട് കൂടിയിട്ട് തന്നെ വരുന്നു. മുന്താണി വരുന്നത് മുന്താണി കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള ആ ഒരു പ്രിന്റുകളാണ് പോകുന്നത്. ബ്ലൗസ് പീസ് അറ്റാച്ച്ഡ് ആണ്. വിത്ത് ബോർഡറോട് കൂടിയിട്ട് ബ്ലൗസ് പീസ് വരുന്നു. ബോഡിയിലേക്കും ആ ഒരു പ്രിന്റുകൾ പോകുന്നുണ്ട്. 645 സാരിയുടെ പ്രൈസ് വരുന്നത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. ഇന്നത്തെ നമ്മുടെ സാരീസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഐറ്റംസ് സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യാം. അതുപോലെ പറ്റുന്നവർക്കെല്ലാം ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാം. നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഡാലിയ കളക്ഷൻസിന് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.